ഇന്നൊരു അടിപൊളി മാമ്പഴപ്പുളിശ്ശേരിയുടെ റെസിപ്പിയാണ്. കാണാൻ വലിയ ഭംഗിയില്ലെങ്കിലും ടേസ്റ്റ് വൈസ് അടിപൊളിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് തേങ്ങ ചിരകിയതും പിന്നെ 2 കുഞ്ഞുള്ളിയും ഒരു ചെറിയ കഷ്ണം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ നല്ല പഴുത്ത മാങ്ങ തൊലി ഫുള്ളായിട്ട് ചെത്തി കളയാതെ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച തേങ്ങയും പിന്നെ ഉള്ളിയും എല്ലാം കൂടെ മഞ്ഞൾപ്പൊടിയും ജീരകവും കൂടി ഇട്ട് മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ മാങ്ങ ഒന്ന് വേവിച്ചെടുക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. കുറച്ച് വെള്ളത്തിലാണ് വെച്ചേക്കുന്നത്. നല്ല പഴുത്ത മാങ്ങയുണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വെന്ത് വരും. കുറച്ച് വെള്ളം മതി, കൂടുതൽ വെള്ളമായിട്ട് അതിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടത്തില്ല. മാങ്ങയെല്ലാം വെന്ത് വരുമ്പോഴത്തേക്കിനും നമ്മൾ നേരത്തെ അരച്ച് വെച്ച അരപ്പ് നമുക്ക് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാമേ. നല്ല കുറുകിയ അരപ്പാണ്, അതുകൊണ്ട് തന്നെ കൂടുതൽ വെള്ളവും കാണത്തില്ല. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മാമ്പഴ പുളിശ്ശേരി നമുക്ക് കിട്ടും. പിന്നെ എല്ലാവരും തൈര് ചേർക്കാറില്ല, എങ്കിലും ഞാൻ കുറച്ച് തൈര് ചേർക്കുന്നുണ്ട്, എനിക്കിത് ഇഷ്ടമാണ്. മാമ്പഴ പുളിശ്ശേരിയിൽ തൈര് ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പിന്നെ തിളച്ച് വരുമ്പോൾ കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കണേ. എൻ്റെ ഫ്രണ്ട് കോളേജിൽ കൊണ്ടുവന്നപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് ഈ കറി കൂട്ടുന്നത്. ഞങ്ങളുടെ വീട്ടിൽ ഉണ്ടാക്കാറില്ലായിരുന്നു കേട്ടോ. ഈ മാമ്പഴക്കാലത്ത് എൻ്റെ വീട്ടിലെ സ്ഥിരം വിഭവമാണ് ഇത്.